കേരളം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ദുരന്തമാണ് മേപ്പാടിയിൽ ഉണ്ടായിരിക്കുന്നത്. പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടായ ദുരന്തത്തേക്കാൾ 10 മടങ്ങാണ് ഇപ്പോൾ വയനാട് ഈ ദുരന്തഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലും മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അന്ന് തന്നെ കോഴിക്കോട് നദാപുരം വിലങ്ങാട് പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടിയത് മൂലം ഉണ്ടായത്. നിരവധി കുടുംബങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വടകര മേഖലാ പ്രസിഡന്റും പ്രദേശവാസിയുമായ സുരേന്ദ്രൻ വിലങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസം മുമ്പാണ് PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ഉരുട്ടിപ്പാലമാണ് നമ്മൾ കാണുന്നത്. ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഏകദേശം 75% തകർന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇന്ന് വിലങ്ങാടിന് പുറലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു വഴിയുമില്ല. വിലങ്ങാട്ടുകാരുടെ ദീർഘകാലം ആവശ്യമായിരുന്നു വയനാട്ടിലേക്കുള്ള ഒരു പാത. ആ പാത ഫോറസ്റ്റിൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് ഇതുവരെ പ്രാവർത്തികമായില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത്. ഗതാഗത സംവിധാനങ്ങളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ആകെ എല്ലാവരും പള്ളിയുടെ പാരിഷുകാരുടെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീകരമായ ഒരവസ്ഥയാണ് ഇന്നിവിടെ സംജാതമായിരിക്കുന്നത്. ഏകദേശം 10-28ഓളം വീടുകൾ പോയിട്ടുണ്ട്, പൂർണ്ണമായും ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ഒരാളുടെ കാണാനില്ല, അദ്ദേഹം ഒലിച്ചുപോയി. അദ്ദേഹത്തെ പറ്റി ഇതൊരു വിവരമില്ല. മാത്രമല്ല അദ്ദേഹം ഒരു സന്നദ്ധ പ്രവർത്തകന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടു പോയിരിക്കുന്നത്. കുറേ കടകൾ, വിലങ്ങാട്ടാണ്ടുള്ള എല്ലാ കടകളിലും വെള്ളം കയറി നശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മഞ്ഞച്ചെടിയിലുള്ള കുറേ കടകളും കോംപ്ലക്സ് അടക്കം ഒലിച്ചുപോയി. അങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.